പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുസന്നിധിയിൽ എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ലണ്ടൻ മലയാളം റേഡിയോയുടെ തിരുസന്നിധിയിൽ എന്ന ഈ ശുശ്രൂഷയിലെ ആത്മീയ വചനങ്ങളിലൂടെ, ഗാനങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ചൈതന്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത് സ്ഥിരതയോടെ യേശുക്രിസ്തുവിൽ നിൽക്കുക എന്നതിനെ പറ്റിയാണ്. പ്രിയമുള്ളവരെ, പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പൗലോസ്ലീഹ അവിടെ നമ്മോട് പലപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ യേശുക്രിസ്തുവിൽ സ്ഥിരതയുള്ളവർ ആയിരിക്കുവാൻ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഒരു ധ്യാനത്തിൽ കൂടുകയോ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുകയോ ഒക്കെ ചെയ്തതിന് ശേഷം കുറച്ചു നാളത്തേക്ക് നാം യേശുവിന്റെ കൂടെയായിരുന്നു യേശുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാതെ കുറച്ചു നാളൊക്കെ നാം കഴിഞ്ഞു എന്ന് വരാം. അതിനുശേഷം വീണ്ടും നാം നമ്മുടെ പഴയ ലൈഫിലേക്ക്, വീണ്ടും പാപകരമായ സാഹചര്യങ്ങളിലൂടെയൊക്കെ മനുഷ്യൻ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം ഈശോയുടെ കൂടെ ആയിരുന്നുകൊണ്ട്, യേശുവിന്റെ സ്നേഹത്തിലായിരുന്നുകൊണ്ട് സ്ഥിരതയോടെ ദൈവനാമ മഹത്വത്തിനായിട്ട് നിൽക്കുന്ന വ്യക്തികളായി തീരുവാന് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന മകനെ, മകളെ, നീ ഒരു തകർച്ചയുടെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ കർത്താവ് നിന്നെ അടുത്തേക്ക് വിളിക്കുകയാണ്. കർത്താവിന്റെ വചനം നമ്മോട് പറയുകയാണ്, മകനെ, മകളെ, നീ സ്ഥിരതയോടുകൂടി നീ കർത്താവിന് പ്രീതികരമായ രീതിയിൽ ജീവിക്കുവാന് ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ യേശുക്രിസ്തുവില് സ്ഥിരതയോടെ ഒരു വ്യക്തിക്ക് നിൽക്കണമെങ്കിൽ അടിയുറച്ച വിശ്വാസമുണ്ടാകണം. തന്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ വ്യക്തിക്ക് മാത്രമേ സ്ഥിരതയോടുകൂടി ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ നിൽക്കുവാന് സാധിക്കത്തുള്ളൂ. നാം വിശ്വസിക്കണം. നമ്മുടെ വിശ്വാസം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞൊരു ദിവസം ഞാൻ ഒരു ടോക്ക് യൂട്യൂബിലൂടെ കേൾക്കുവാനിടയായി. ഫാദർ ഡൊമിനിക് വാളവനാൽ ഒരു ധ്യാന ശുശ്രൂഷയ്ക്ക് വേണ്ടി അയർലൻഡിലേക്ക് കടന്നുപോയി. അദ്ദേഹം ഇപ്രകാരം പറയുകയാണ്, അയർലൻഡില് ധ്യാനത്തിന് ചെന്നപ്പോൾ പരിശുദ്ധാത്മാവ് അച്ഛനോട് പറഞ്ഞു, ധ്യാനത്തിന് ശേഷം ഭവന സന്ദർശനം ഒന്നും വേണ്ട എന്ന്. അങ്ങനെ ആദ്യത്തെ ദിവസം ധ്യാനം കഴിഞ്ഞ് അച്ഛന് താമസിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചുപോയി. എന്നാൽ രണ്ടാമത്തെ ദിവസം അച്ഛന് ധ്യാനം സംഘടിപ്പിച്ച മകനുമൊത്ത് തിരിച്ച് താമസ സ്ഥലത്തേക്ക് പോകുവാന് അദ്ദേഹത്തിന്റെ കാറിൽ കയറിയപ്പോൾ അദ്ദേഹം ആദ്യത്തെ ദിവസം പോയ വഴിയിലല്ലാതെ പുതിയൊരു വഴിയിൽ കൂടെ വിജനമായൊരു സ്ഥലത്തോടുകൂടി കാർ ഓടിച്ച് പോവുകയാണ്. അച്ഛൻ പെട്ടെന്ന് ചോദിച്ചു, ഇന്നലെ നമ്മൾ പോയ വഴിയിലൂടെ അല്ലല്ലോ ഇന്ന് നാം യാത്ര ചെയ്യുന്നത്, നാം എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ആ വ്യക്തി പറഞ്ഞു, നമ്മൾ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. ആ വ്യക്തിയാണ് അയർലൻഡില് ആ ധ്യാനങ്ങള് അറേഞ്ച് ചെയ്തിരുന്നത്. ആ വ്യക്തി പറയുകയാണ്, നമ്മൾ വീട്ടിലേക്കാണ് പോകുന്നത്. പക്ഷേ എന്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു അച്ഛനെയും കൂട്ടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലണമെന്ന്. എന്നാൽ അച്ഛൻ ഇന്നലെ പറഞ്ഞു, ഞാൻ ആരെയും ഈ ധ്യാനത്തിന്റെ സമയത്ത് കാണത്തില്ല എന്ന്. അച്ഛന് പരിശുദ്ധാത്മാവിനാൽ പ്രേരണ ലഭിച്ചു എന്ന്. ആയതിനാൽ എന്റെ ആ സുഹൃത്തിന് 3 കുഞ്ഞുങ്ങളുണ്ട് അച്ഛ. അവര് 3 പേരും ഓട്ടിസം എന്ന രോഗം ബാധിച്ച വ്യക്തികളാണ്. അവര് അതിയായിട്ട് ആഗ്രഹിച്ചു അച്ഛൻ അവരുടെ ഭവനത്തിലെത്തുകയും അവിടെ വന്ന് ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്താൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് സൗഖ്യം ലഭിക്കുമെന്ന്. അച്ഛൻ വരത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, അച്ഛൻ വരുന്ന കാറ് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ഒന്ന് ഓടിച്ച് പോകണമെന്ന്. ഞങ്ങള് വാതിലിരുന്ന് പ്രാർത്ഥിച്ചോളാം. അച്ഛൻ ഈ വഴി ഒന്ന് കടന്നു പോവുകയാണെങ്കിൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് സൗഖ്യം ലഭിക്കുമെന്ന് അവര് പറയുന്നു. ഇത് കേട്ട വൈദികൻ ഉടനെ പറഞ്ഞു, നമുക്ക് ആ വീട്ടില് കയറിയിട്ട് പോകാം. ജീവിതയാത്രയിൽ ഈ വഴിയരികിൽ നിന്റെ രൂപം കണ്ടു ഞാൻ, അന്ധത മൂടിയ കണ്ണുകളിൽ പൊന്നൊളിയായണഞ്ഞു നീ. സത്യമായ വചനമേ, സത്യമാർഗം തെളിക്കണേ. സത്യമായ വചനമേ, സത്യമാർഗം തെളിക്കണേ. എന്നും
കൂടെ വാഴുവാൻ കാരുണ്യം തൂകിടണമേ. എന്നെന്നും കൂടെ വാഴുവാൻ കാരുണ്യം തൂകിടണമേ. ജീവിതയാത്രയിൽ ഈ വഴിയരികിൽ നിന്റെ രൂപം കണ്ടു ഞാൻ. അന്ധത മൂടിയ കണ്ണുകളിൽ പൊന്നൊളിയായി അണഞ്ഞു നീ. അങ്ങേ സ്നേഹക്കടലിനാഴം അറിയാൻ വൈകി ഞാൻ. അഭയം നൽകും നിൻ തിരുസന്നിധി അണയാൻ വൈകി ഞാൻ. ഒടുവിൽ നിന്നുടെ വിരലിൻ സ്പർശനമറിവു ഞാൻ. ഒടുവിൽ നിന്നുടെ വിരലിൻ സ്പർശനമറിവു ഞാൻ. സത്യമായ വചനമേ, സത്യമാർഗം തെളിക്കണേ. സത്യമായ വചനമേ, സത്യമാർഗം തെളിക്കണേ. എന്നെന്നും കൂടെ വാഴുവാൻ കാരുണ്യം തൂകിടണമേ. എന്നെന്നും കൂടെ വാഴുവാൻ കാരുണ്യം തൂകിടണമേ. ബത്സയിഥായുടെ കരയിൽ നിന്നുടെ തിരുമൊഴി കേട്ടു ഞാൻ. ബഥാനിയായുടെ വീഥിയിൽ നിന്നെ തിരഞ്ഞലഞ്ഞു ഞാൻ. ഒടുവിൽ നിന്നുടെ അരികിൽ അഭയം തേടി ഞാൻ. ഒടുവിൽ നിന്നുടെ അരികിൽ അഭയം തേടി ഞാൻ. സത്യമായ വചനമേ, സത്യമാർഗം തെളിക്കണേ. സത്യമായ വചനമേ, സത്യമാർഗം തെളിക്കണേ. എന്നെന്നും കൂടെ വാഴുവാൻ കാരുണ്യം തൂകിടണമേ. എന്നെന്നും കൂടെ വാഴുവാൻ കാരുണ്യം തൂകിടണമേ. ജീവിതയാത്രയിൽ ഈ വഴിയരികിൽ നിന്റെ രൂപം കണ്ടു ഞാൻ. അന്ധത മൂടിയ കണ്ണുകളിൽ പൊന്നൊളിയായി അണഞ്ഞു നീ. സത്യമായ വചനമേ, സത്യമാർഗം തെളിക്കണേ. സത്യമായ വചനമേ, സത്യമാർഗം തെളിക്കണേ. എന്നെന്നും കൂടെ വാഴുവാൻ കാരുണ്യം തൂകിടണമേ. എന്നെന്നും കൂടെ വാഴുവാൻ കാരുണ്യം തൂകിടണമേ. എന്നെ ശ്രവിക്കുന്ന മകനെ മകളെ, അങ്ങനെ ആ വൈദികന് ആ വീട്ടിലേക്ക് കടന്നു പോകുവാൻ തീരുമാനിച്ചതിന്റെ കാരണം ആ വൈദികനിലെ ദൈവിക സാന്നിധ്യം ആ കുടുംബം തിരിച്ചറിഞ്ഞപ്പോൾ ആ കുടുംബത്തിന് ആ വൈദികനിലുള്ള ദൈവിക സാന്നിധ്യം ഒന്ന് കിട്ടുവാന് ഒത്തിരിയേറെ ആഗ്രഹിച്ചു. അവരുടെ വിശ്വാസം നമ്മൾ മനസ്സിലാക്കണം. ആ വീടിന്റെ മുൻവശത്തോടുകൂടെ കടന്നു പോകുമ്പോൾ തന്റെ കുഞ്ഞിന് സൗഖ്യം ലഭിക്കുമെന്ന് ആ മാതാപിതാക്കളെ വിശ്വസിച്ചു. അങ്ങനെ അച്ഛൻ പറയുകയാണ്, ഇത്രയേറെ വിശ്വാസമുള്ള ഒരു കുടുംബമാണല്ലോ അവര്, അതിനാല് എനിക്കവിടെ പോകണം, നമുക്കവിടെ കയറിയിട്ട് മാത്രം പോയാൽ മതി. അങ്ങനെ ആ അച്ഛൻ വളവിനാലച്ഛന് ആ കുടുംബത്തിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ
പ്രാർത്ഥനാപൂർവം പ്രാർത്ഥിച്ചുകൊണ്ട് ലോഞ്ചില് നിൽക്കുന്ന ആമയെയും അപ്പനെയും കണ്ടു. അച്ഛൻ ആ വീടിന്റെ അകത്തേക്ക് കടന്നു ചെന്നപ്പോൾ പ്രത്യേകമായിട്ട് ഒരു മുറിയില് 3 കുഞ്ഞുങ്ങളെയും അടച്ചിട്ടിരിക്കുകയായിരുന്നു. അവരുടെ മുറികൾ തുറക്കുവാന് അച്ഛൻ പറഞ്ഞു. അങ്ങനെ മുറികൾ തുറന്നപ്പോൾ കുഞ്ഞുങ്ങൾ പുറത്തു വരികയും അച്ഛൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അച്ഛൻ അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം അച്ഛൻ അവിടുന്ന് കടന്നുപോയി. 1 വർഷത്തിന് ശേഷം അച്ഛൻ വീണ്ടും ധ്യാനിപ്പിക്കാനായിട്ട് ആ ദേശത്ത് കടന്നു ചെന്നപ്പോൾ ആ കുടുംബത്തിലെ മൂത്ത മകന് പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു എന്ന് കേൾക്കുവാനിടയായി. പ്രിയമുള്ളവരെ, ആ ധ്യാനത്തില് മൂത്ത മകനെയും കൂട്ടി ആ മാതാപിതാക്കൾ വന്ന് ധ്യാനം കൂടുകയുണ്ടായി. ആ ധ്യാനത്തില് മൂത്ത കുഞ്ഞിന് എല്ലാ അസുഖങ്ങളും മാറി മിടുക്കനായ കുഞ്ഞുമായിട്ട് ധ്യാനം കൂടി പ്രാർത്ഥിച്ച സമയത്ത് ഭവനത്തിലായിരുന്ന 2 കുഞ്ഞുങ്ങൾക്ക് കൂടി ദൈവം സൗഖ്യം കൊടുത്തു എന്ന് അച്ഛൻ ആ പ്രസംഗത്തിൽ പറയുകയാണ്. ഇവിടെയാണ് നമ്മുടെയും അവരുടെയും വിശ്വാസം എവിടെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. നാം ആ കുടുംബത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അവരുടെ വിശ്വാസവുമായിട്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊരു വിശ്വാസമുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മൾ യേശുവിനെ വിളിക്കുന്നത് നമുക്കൊരു വിഷമം വരുമ്പോഴാണ്, നമുക്കൊരു പ്രയാസത്തിന്റെ അവസ്ഥയിലേക്കിലൂടെ കടന്നു പോകുമ്പോഴാണ് നാം കൂടുതൽ ആത്മാർത്ഥയോടുകൂടി യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്നത്. നമ്മുടെ കർത്താവ് കരുണാമയനാണ്. അവൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. നീ ഏത് പ്രതിസന്ധിയിലാണോ, ഏത് വിഷമഘട്ടത്തിലാണോ കഴിയുന്നത്, നിന്റെ മനസ്സൊന്ന് നുറുകി പ്രാർത്ഥിച്ചാൽ, നിന്റെ ഉള്ളിൽ നിന്ന് യേശുവെ ഒന്ന് വിളിച്ചാൽ, വിളി കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവം നമ്മോട് പറയുകയാണ്, മകനെ, നീ എന്നിൽ നിന്ന് അകന്നു പോകരുത്. നിന്നെ ഞാൻ വിളിച്ചതാണ്, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തതാണ്, നീ എന്റെ സ്നേഹത്തിൽ ജീവിക്കേണ്ടവനാണ്. അതിനാൽ നീ എന്നിൽ നിന്ന് അകന്നു പോരരുത്. നീ സ്ഥിരതയോടുകൂടി ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ച് ദൈവത്തിനായി നിലകൊള്ളണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ മുമ്പിൽ സ്ഥിരതയോടുകൂടി നാം നിൽക്കുമ്പോൾ നാം അലസതയിലും ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച പാരമ്പര്യത്തിന് ഇണങ്ങാത്ത രീതിയിലും ജീവിക്കുന്ന ഏതൊരു സഹോദരനിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് സഹോദരരെ, കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുന്നു. വിശുദ്ധ പൗലോസ് ലേഖ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിലൂടെ ഇപ്രകാരം പറയുന്നു: ദൈവത്തിന്റെ മുമ്പിൽ നാം അലസരാകാതെ ഉന്മേഷത്തോടുകൂടി അധ്വാനശീലരായിട്ട് ജീവിക്കുവാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. ദൈവത്തിൻ്റെതായ പാരമ്പര്യങ്ങളിൽ നിന്ന് ആ രീതിയിൽ ജീവിക്കാത്ത സഹോദരങ്ങള്, കൂട്ടുകെട്ടുകള് നമ്മൾക്കുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് പൗലോസ് ലീഗ നമ്മോട് പറയുകയാണ്. നാം പരസ്പരം നന്മ പ്രവർത്തിക്കുന്നതിൽ പരസ്പരം പ്രോത്സാഹിപ്പിക്കണം. അതിൽ നിന്ന് പിന്മാറരുത് എന്ന് പൗലോസ് ലീഗ നമ്മോട് പറയുകയാണ്. ചില വ്യക്തികളുണ്ട്, അവരെല്ലാ കാര്യങ്ങളിലും ഇടപെടും. പക്ഷെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അവര് പ്രവർത്തിക്കുന്നില്ല. കരുണ നിറഞ്ഞ പിതാവേ, നീ ചൊരിയണേ നിന്നുടെ കാരുണ്യം, നിന്നുടെ കരുണാധാരകളാ എന്നെ കഴുകണേ നാഥാ. നീ കരുണ നിറഞ്ഞ പിതാവേ, നീ ചൊരിയണേ നിന്നുടെ കാരുണ്യം. പാപക്കറകളെ എല്ലാം നീ നന്നായി കഴുകി കളയണമേ. താതാമാമക പാപങ്ങൾ ഘോരമെന്നും നിൻ കൺമുൻപിൽ, നിന്നോടാണേ ദ്രോഹങ്ങൾ സർവം ചെയ്തതു സർവേശ. തെറ്റും കുറ്റവും എല്ലാം ഞാൻ ചെയ്തതു നിന്നുടെ തിരുമുമ്പിൽ. കരുണ നിറഞ്ഞ പിതാവേ,
നീതികൾ പാടിടുവാൻ വ്യഗ്രത പൂണ്ടു വിറയ്ക്കുന്നു. എളിമ നിറഞ്ഞൊരു ഹൃദയത്തിൽ ഉള്ളു തകർന്നുള്ളനുതാപം നിരസിക്കല്ലേ കർത്താവേ. കരുണ നിറഞ്ഞ പിതാവേ നീ, കരുണ നിറഞ്ഞ പിതാവേ നീ, ചൊരിയണേ നിന്നുടെ കാരുണ്യം, നിന്നുടെ കരുണാധാരകളാൽ എന്നെ കഴുകണേ നാഥാ നീ. ലണ്ടൻ മലയാളം റേഡിയോ അവൈലബിൾ ഓൺ iOS and Android applications. ഓരോ നിമിഷവുമെൻ നിലവിൽ നീ മാത്രം, പുലരുളി പോൽ നിന്റെ സ്നേഹം നാഥ, ഹൃദയമിതിൽ നിന്റെ രൂപം. തിരുവചന പൊന്നൊളിയിൽ ഞാൻ കാണുവതൊക്കെയും കനിവെഴുമാ സ്നേഹരാജ്യം നാഥ, നിരുപമമാം സത്യമാർഗം. അഭയമായി എന്നും തുണയരുളാൻ നീ മാത്രം. അഭയമായി എന്നും തുണയരുളാൻ നീ മാത്രം. ഓരോ നിമിഷവുമെൻ നിലവിൽ നീ മാത്രം, പുലരുളി പോൽ നിന്റെ സ്നേഹം നാഥ, ഹൃദയമിതിൽ നിന്റെ രൂപം. തിരുവചന പൊന്നൊളിയിൽ ഞാൻ കാണുവതൊക്കെയും കനിവെഴുമാ സ്നേഹരാജ്യം നാഥ, നിരുപമമാം സത്യമാർഗം. മുറിവുകളാൽ നീറുമെന്റെ വേദനകൾ മാറ്റി നീ, മിഴി നിറഞ്ഞ വേളകളിൽ നൽകി കാരുണ്യം. മുറിവുകളാൽ നീറുമെന്റെ വേദനകൾ മാറ്റി നീ, മിഴി നിറഞ്ഞ വേളകളിൽ നൽകി കാരുണ്യം. തകർന്നു പോയി ജന്മമെന്നു ഞാൻ കരുതി കരയവേ, അരികിൽ നീ ചേർത്തണച്ചു എന്റെ ജീവിതം. കുഞ്ഞാടാമെൻ മുന്നിൽ പുൽമാടം തീർത്തു നീ. ഓരോ നിമിഷവുമെൻ നിലവിൽ നീ മാത്രം, പുലരുളി പോൽ നിന്റെ സ്നേഹം നാഥ, ഹൃദയമിതിൽ നിന്റെ രൂപം. കരളുരുകിക്കേഴുമെന്റെ പ്രാർത്ഥനകൾ കേട്ടു നീ, കതിരുലഞ്ഞ പാടമായൻ കണ്ണീർ പാഴ്നിലം. കരളുരുകിക്കേഴുമെന്റെ പ്രാർത്ഥനകൾ കേട്ടു നീ, കതിരുലഞ്ഞ പാടമായൻ കണ്ണീർ പാഴ്നിലം. കരിഞ്ഞു പോയ ചില്ലകളിൽ ആശ്വാസ തളിരുകൾ നിറയെ നീ നൽകി എന്നിൽ സ്നേഹസാന്ത്വനം. ആ
ആത്മാവാം ദീപത്തിൽ പൊന്നാളം ചേർത്തു നീ. ഓരോ നിമിഷവും നിലവിൽ നീ മാത്രം. പുലരുളിപ്പോൾ നിന്റെ സ്നേഹം നാഥ, ഹൃദയമിതിൽ നിന്റെ രൂപം. തിരുവചന പൊന്നൊളിയിൽ ഞാൻ കാണുവതൊക്കെയും കനിവെഴുമാ സ്നേഹരാജ്യം നാഥ, നിരുപമമാം സത്യമാർഗം, നിരുപമമാം സത്യമാർഗം, നിരുപമമാം സത്യമാർഗം. വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 11-ാം വാക്യത്തില് തിരുവചനം ഇപ്രകാരം പറയുന്നു: എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും എന്നാൽ ഒരു പ്രവൃത്തിയും ചെയ്യാതെ അലസരായി കഴിയുകയും ചെയ്യുന്ന ചിലർ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് ഞങ്ങൾ കേൾക്കുന്നു. മനുഷ്യ സഹജമായ കാര്യമാണ്. നാം ഒരു ദേശത്തായിരിക്കുമ്പോൾ നാം അനേക കാര്യങ്ങളിൽ ഇടപെടുന്നു. ഒരു പ്രേ ഗ്രൂപ്പിലായിരിക്കുമ്പോൾ, ഒരു മിനിസ്ട്രിയിലായിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഇടപെടുവാനും നാം ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മളെ പരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, നമ്മളെ പരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ, അത് പൂർണ്ണതയോടുകൂടി സന്തോഷത്തോടുകൂടി ചെയ്യാതെ അലസരായിട്ട് ഇരിക്കുന്ന ആളുകൾ അനേകമുണ്ട് എന്ന് കർത്താവിന്റെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ ശ്രവിക്കുന്ന മകനെ, മകളെ, നാം ആയിരിക്കുന്ന മേഖലകളിൽ ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ നാം ചെയ്യുന്നുണ്ടോ എന്ന് നമ്മെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്യുന്നത് നല്ലതാണ്. എല്ലാവരും വചനം പ്രസംഗിക്കണമെന്ന് എന്നൊന്നും ദൈവം ആവശ്യപ്പെടുന്നില്ല. നമ്മളെ കഴിയാവുന്ന നന്മകൾ ചെയ്തുകൊണ്ട് നമ്മായിരിക്കുന്ന മേഖലകളിൽ അവസരങ്ങൾ ഉണ്ടായിട്ടും മറ്റുള്ളവരെ സഹായിക്കുവാന്, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാന് നമ്മൾക്ക് കിട്ടിയ അവസരങ്ങൾ പാഴാക്കിയിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്കൊരോരുത്തർക്കും നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ പുണ്യപ്രവൃത്തികൾ ചെയ്യുവാന്, കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാന്, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാന് അനേകം സാഹചര്യങ്ങളുണ്ട്. നാം മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുവാന്, മറ്റുള്ളവരുടെ വിഷമത്തിലേക്ക്, പ്രയാസങ്ങളിലേക്ക് കടന്നു ചെല്ലുവാന് ഒരു മനസ്സുള്ള വ്യക്തികളായിട്ട് നാം ഓരോരുത്തരും മാറണം. നമ്മുടെ ഈ ജീവിതം എത്ര നാളുണ്ട് എന്ന് നമുക്കാർക്കും ഉറപ്പില്ല. നാളെ നമ്മൾ ഈ ലോകത്തുണ്ടോ എന്ന് നമ്മൾക്കാർക്കും അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങൾ, നമുക്ക് കിട്ടുന്ന സമയങ്ങൾ പാഴാക്കാതെ, അലസരായിട്ട് ജീവിക്കാതെ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായിട്ട് നമ്മുടെ സമയങ്ങളെ നമുക്ക് മാറ്റിവെക്കാം. ഒരു ദിവസത്തിന്റെ കുറച്ചു സമയമെങ്കിലും ബുദ്ധിമുട്ടുന്ന, വേദന അനുഭവിക്കുന്ന, സങ്കടപ്പെടുന്ന വ്യക്തികൾക്ക് വേണ്ടി മാറ്റിവെക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. സാമ്പത്തിക മേഖലയിലായാലും അവരുടെ ഡെയിലി ജീവിതത്തിലായാലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായം ചെയ്യുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ ശുശ്രൂഷ. നാം എളിമപ്പെടണം. ദൈവത്തെ പോലെ നാം എല്ലാം സഹിക്കുന്ന വ്യക്തികളായിട്ട് മാറണം. നമുക്കൊരോരുത്തർക്കും യേശുക്രിസ്തുവിന്റെ മുമ്പിൽ സ്ഥിരതയോടുകൂടി നിൽക്കുവാനുള്ള വലിയ കൃപ ദൈവം തമ്പുരാന് നമ്മൾക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രപഞ്ചമാകെ തഴുകിയുണർത്താൻ അണയൂ പാവന ചൈതന്യമേ. പ്രപഞ്ചമാകെ തഴുകിയുണർത്താൻ അണയൂ പാവന ചൈതന്യമേ. പ്രപഞ്ചമാകെ തഴുകിയുണർത്താൻ അണയൂ പാവന ചൈതന്യമേ. ഈ ബലിവേദിയിലാശാനാളം പകരൂ കരു
ഹൃദയമാകെ തഴുകിയുണർത്താ അണയൂ പാവന ചൈതന്യമേ. ലോകത്തിൻ മോഹമുയർത്തും സ്വപ്നത്തിൻ